ഹായ് ഫ്രണ്ട്സ്. എൻ്റെ ഈ വീഡിയോ എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഒരു സ്റ്റാർട്ടിങ് ഇല്ലാതെ ഒരു എൻഡിങ് ഒന്നും ഇല്ലാത്തൊരു വീഡിയോ ആണ്. ജസ്റ്റ് ഒന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുക്കുന്ന ഒരു വീഡിയോ ആണ് ആക്ച്വലി ഇത്. സോ എല്ലാവർക്കും വെൽക്കം ടു മൈ ചാനൽ. ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ആക്ച്വലി ഈ വീഡിയോ എന്ന് പറയുന്നത് ജോലി അന്വേഷിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ജോലിക്ക് വേണ്ടി സ്ട്രഗിൾ ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. കാരണം ഞാനും അത്തരത്തിലൊരു ഫേസിലൂടെ കടന്നു പോകുന്ന ഒരാളാണ്. അതായത് ഒരു ഗ്രാജുവേറ്റാണ് ഞാൻ. ഭയങ്കര വിഷമത്തോട് പറയുന്നൊരു കാര്യമാണ്. എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ്. ഞാൻ പഠിച്ച ഫീൽഡിൽ ജോലി ചെയ്യാൻ എനിക്ക് താല്പര്യമില്ലായിരുന്നു. കാരണം ഞാൻ അധികം താല്പര്യമില്ലാതെ ജസ്റ്റ് വീട്ടുകാരുടെ ഫോഴ്സ് കൊണ്ടൊക്കെ പഠിച്ചിട്ടുള്ളൊരു കോഴ്സാണ്. ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ട് ഞാൻ എൻ്റെ കോളേജ് ലൈഫെല്ലാം അടിച്ചു പൊളിച്ചു നടന്നു. കോളേജ് ലൈഫെല്ലാം ഭയങ്കര ഗംഭീരമായിരുന്നു. നമുക്ക് എല്ലാത്തിനും ആളുകളുണ്ടായിരുന്നു, നമ്മുടെ ചുറ്റും ആളുകളുണ്ടായിരുന്നു. നമ്മളൊരു ചെറിയൊരു കാര്യം വരുമ്പോൾ പോലും നമുക്ക് സംസാരിക്കാൻ ആൾക്കാരുണ്ടായിരുന്നു. നമ്മളെന്ത് പറയുന്നത് കേൾക്കാനും നമുക്ക് വേണ്ടി സംസാരിക്കാനും എല്ലാത്തിനും ആൾക്കാരുണ്ടായിരുന്നു. സോ ആ ഒരു ഫേസ് എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും മനോഹരമായൊരു ഫേസാണ്. എല്ലാവർക്കും കോളേജ് ലൈഫ് അതുപോലെ തന്നെയായിരിക്കും. എല്ലാവരെയും പോലെ തന്നെ ഏറ്റവും അടിപൊളിയായിട്ട് കോളേജ് ലൈഫ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ഒരാളാണ് ഞാൻ കോളേജിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞിട്ട് ഞാൻ ആക്ച്വലി വീട്ടിൽ നിന്ന് മാറി നിന്നായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കോളേജ് കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിൽ വന്ന് നിൽക്കുമ്പം കുറച്ച് കാലത്തേക്ക് നമുക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. കാരണം നമ്മൾ അത്രയും 4-5 വർഷം കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിൽ അത്രയും കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കുമല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ട് വീട്ടുകാർക്കും ഭയങ്കര സന്തോഷമാണ്, നാട്ടുകാർക്കും നിന്നെ ഇത്രയും കാലം കണ്ടില്ലായിരുന്നല്ലോ, ഇപ്പോഴാണല്ലോ കാണാൻ പറ്റുന്നത്. അങ്ങനെയുള്ള അവരുടെ ടോക്സും അവരോട് സംസാരിക്കാൻ പറ്റുന്നത്, കസിൻസ് ആണെങ്കിൽ എല്ലാവരെയും ഒരുപാട് സമയം കാണാൻ പറ്റുന്നത്, അവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നത് ഒക്കെ വലിയ കാര്യങ്ങൾ തന്നെയാണ്. പക്ഷെ ആ ഒരു ഫേസ് കുറച്ച് കാലം കഴിയുന്ന സമയത്ത് ഈ കല്യാണം കഴിഞ്ഞ ആളുകളോട് കുട്ടികളായില്ലേന്ന് ചോദിക്കുന്ന പോലെയാണ് ഗ്രാജുവേഷൻ കഴിഞ്ഞ ആൾക്കാരോട് ജോലി ആയില്ലേന്ന് ചോദിക്കുന്നത്. ചിലരെന്ത് ചെയ്യും, കിട്ടുന്ന ജോലിക്ക് പോകും, എന്തെങ്കിലും ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് കിട്ടുന്ന ജോലിക്ക് പോകും. പക്ഷെ അങ്ങനെയല്ല, നമുക്കൊരു ലക്ഷ്യമുണ്ട് അല്ലെങ്കിൽ നമുക്ക് ഇന്ന ജോലിയാണ് ആഗ്രഹം എന്ന് വിചാരിച്ച് നിൽക്കുന്ന ഒരാൾക്കൊരു ഒരുപാട് ആൾക്കാർ, ഞാൻ പറയത്തില്ല, ഒരു 100 പേരെടുത്ത് അതിലൊരു 60% ഉണ്ടായിരിക്കും. ആക്ച്വലി 60% ആൾക്കാർക്കും നമ്മൾ ആഗ്രഹിക്കുന്നൊരു ജോലി കിട്ടുക എന്ന് പറയുന്നത് വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു കാര്യമാണ്, അല്ലേ? ഭയങ്കര ഡിഫിക്കൽട്ടാണ്. സോ വേറെ ആൾക്കത് പറഞ്ഞാൽ മനസ്സിലാവില്ല. അല്ലെങ്കിൽ അവർ ചോദിക്കും, നിനക്ക് ആ ജോലിക്ക് പോയിക്കൂടെ, അല്ലെങ്കിൽ ഈ ജോലിക്ക് എന്താ കുഴപ്പം, ഗവൺമെൻറ് ജോലിക്ക് പോയിക്കൂടെ, PSC എഴുതിക്കൂടെ. ഒരുപാട് പേരുണ്ട് PSC താല്പര്യമില്ലാതെ വേറെ എന്തെങ്കിലും ജോലിക്കൊക്കെ നോക്കുന്നവർ. ഇപ്പം ഞാനും അങ്ങനെയുള്ള ഒരാളാണ്. PSCയോട് എനിക്ക് അധികം താല്പര്യമില്ല, എന്തുകൊണ്ടാണെന്ന് അറിയില്ല. പണ്ട് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നമ്മൾ ക്ലാസ്സിൽ ഇരുന്ന് ഉറങ്ങുമ്പം സാറ് ചോദിക്കുന്നത് കേട്ടിട്ടുണ്ട്, നിനക്ക് ഇപ്പോൾ ഇവിടെ കിടന്നുറങ്ങണോ അതോ ഇപ്പോൾ ഇരുന്ന് പഠിച്ചിട്ട് ഭാവിയിൽ ഗവൺമെൻറ് ജോലി കിട്ടിയിട്ട് അവിടെ കിടന്നുറങ്ങണോ എന്ന്. അപ്പോൾ എന്നെ സംബന്ധിച്ച് അതൊക്കെ എനിക്കൊരു നെഗറ്റീവ് ഇമ്പാക്റ്റാണ് തന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് എനിക്ക് ഗവൺമെൻറ് ജോലിയോട് അധികം താല്പര്യമില്ല. സോ ഞാൻ അതിലേക്ക് നോക്കാറുമില്ല. ഞാൻ ആഗ്രഹിക്കുന്നൊരു ഫീൽഡുണ്ട്, ആ ഫീൽഡിലൊരു ജോലി കിട്ടാൻ വേണ്ടി ഞാൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. സോ പക്ഷേ ഇതുവരെ എനിക്ക് അങ്ങനെ ഒരു നല്ല ഫീൽഡിൽ എത്താൻ പറ്റിയില്ല എന്നുള്ളത് എന്നെ ഏറ്റവും വിഷമിപ്പിക്കുന്നൊരു കാര്യമാണ്. എല്ലാവരും അങ്ങനെ ഒരു ഫേസിലൂടെ കടന്നു പോകുന്നവരായിരിക്കും, അല്ലേ? അതായത് വീട്ടുകാർ ചോദിക്കുന്നത്, നിനക്കെന്താ ആ ജോലിക്ക് പോയാൽ, നീ എന്താ ഇവർ പറയുന്നത് കേൾക്കാത്ത, അവർ പറയുന്നത് കേൾക്കുക, അതിന് നല്ല സ്കോപ്പുണ്ട്, ഇതിന് നല്ല സ്കോപ്പുണ്ട്. അവർ പറഞ്ഞിട്ടായിരിക്കും നമ്മൾ പഠിച്ചിട്ടുണ്ടായിരിക്കുക, ഈ കോഴ്സ് പഠിച്ചാൽ നല്ല ജോലി കിട്ടും, ഈ കോഴ്സ് പഠിച്ചോ, ഓക്കെ. പക്ഷെ അവരാരും നമുക്ക് എന്താ വേണ്ടതെന്നോ അല്ലെങ്കിൽ നമ്മളെന്താണ് ആഗ്രഹിക്കുന്നതെന്നോ ഒരിക്കലും അവർ ചോദിക്കത്തുമില്ല. മോളെ, നിനക്ക് എന്താ പഠിക്കണ്ടേ, നിനക്ക് ഏത് ജോലിയുള്ള താല്പര്യം, നിനക്ക് എങ്ങനെയുള്ളൊരു ജോലി ചെയ്യാനാണ് താല്പര്യം, നീ നിൻ്റെ ഇഷ്ടത്തിന് ചെയ്യും, നമുക്ക് വെയിറ്റ് ചെയ്യാം, സമയമുണ്ട്. അങ്ങനൊരു മെൻ്റൽ സപ്പോർട്ട് തരാൻ നിർഭാഗ്യവശാൽ ഇങ്ങനെയുള്ള ആളുകൾക്ക് ആരും ഉണ്ടായിരിക്കത്തില്ല. ഈവൻ വീട്ടിൽ നിന്ന് പോലും നമുക്കൊരിക്കലും വീട്ടുകാരെ കുറ്റം പറയാൻ പറ്റത്തില്ല. കാരണം അവർ നമ്മളെ അത്രയും പൈസ ചിലവാക്കി പഠിപ്പിച്ചിട്ട് നമുക്കിഷ്ടമുള്ള ജോലിക്ക് പോകുള്ളൂ എന്ന് പറഞ്ഞ് വീട്ടിൽ ഇരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വീട്ടുകാരെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിക്കും. വീട്ടുകാരെ ബുദ്ധിമുട്ടിച്ചില്ലെങ്കിലും നാട്ടുകാരെയും ബന്ധുക്കളെയും എന്തായാലും ബുദ്ധിമുട്ടിക്കും. സോ നമ്മൾ ആഗ്രഹിക്കുന്നൊരു ജോലിയിലേക്ക് നമ്മൾ എത്താനെടുക്കുന്ന സ്ട്രഗിൾ എന്ന് പറയുന്നത് ഭയങ്കര വലുതാണ്. സോ അത് വേറൊരാൾക്കും പറഞ്ഞാൽ മനസ്സിലാവില്ല. അപ്പോൾ നമ്മൾ താൽക്കാലികമായിട്ട് വേറൊരു ജോലിക്ക് പോയെന്ന് വെച്ചോ, പക്ഷെ നമ്മളവിടെ സ്റ്റക്കായി പോകും. എനിക്ക് തോന്നുന്നു
മേ ബി എനിക്ക് ഒട്ടും ഭാഗ്യമില്ലാത്തതുകൊണ്ടാണെന്നറിയില്ല, ഞാൻ എത്ര ശ്രമിച്ചിട്ടും എനിക്ക് എൻ്റേതായിട്ടുള്ള രീതിയിലുള്ള ഞാൻ ആഗ്രഹിക്കുന്ന പോലൊരു ജോലിയിലേക്ക് എത്താൻ ഇതുവരെ പറ്റിയിട്ടില്ല. അതിൻ്റെ ഏറ്റവും വലിയൊരു വിഷമം എന്ന് വെച്ചാൽ ആരും എന്നെ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്. അതായത് എനിക്ക് ഇങ്ങനൊരു ജോലിയാണ് വേണ്ടതെന്ന് ഞാൻ പറയുമ്പോൾ എല്ലാവരും എന്നെ കളിയാക്കുകയാണ് ചെയ്യുക. നീ എന്തായി പറയുന്നത്, നീ അതല്ലേ പഠിച്ചേ, നീ പിന്നെ എന്തിനാണ് ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. സോ നമ്മളുടെ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ഇതിപ്പോൾ ജോലിയുടെ കാര്യം മാത്രമല്ല, ഇപ്പോൾ എന്ത് കേസാണെങ്കിലും എന്തൊരു കാര്യമാണെങ്കിലും നമ്മളുടെ ഇമോഷൻസ് എന്താണെന്ന് അത് പറയുന്ന ആൾക്കുള്ള പോലെ അത് കേൾക്കുന്ന ആൾക്ക് മനസ്സിലാവണമെന്നില്ല. മനസ്സിലാക്കുന്നവരുണ്ട്, ഒരുപാട് പേരുണ്ട് മനസ്സിലാക്കുന്നവർ, പക്ഷേ ഭൂരിപക്ഷം പേരും അത് മനസ്സിലാക്കാത്തവരാണ്. സോ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇതാണ്, നിങ്ങൾക്ക് എന്താണ് ആഗ്രഹം, ഇപ്പം നല്ലൊരു ഞാനിപ്പം കറൻറ്റ്ലി നിങ്ങൾക്ക് എന്താണ് ആഗ്രഹം അതിന് വേണ്ടിയിട്ട് പ്രയത്നിക്കുക, ഹാർഡ് വർക്ക് ചെയ്യുക. ഞാനും നിങ്ങളെപ്പോലെ ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരാളാണ്, നല്ല രീതിക്ക് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മളൊരിക്കലും ഓപ്പർച്യൂണിറ്റീസ് ഇല്ലാത്തതുകൊണ്ടല്ല, പക്ഷെ എന്തുകൊണ്ടോ നമ്മുടെ മുന്നിൽ എന്തോ ഒരു വലിയ തടസ്സമുണ്ട്. ആ തടസ്സം മറികടന്ന് വേണം നമുക്ക് നമ്മളുടെ സ്വപ്നങ്ങളിലേക്ക് എത്താൻ, അല്ലേ? അതിന് വേണ്ടിയിട്ട് ഞാൻ പ്രയത്നിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ എൻ്റെ ഒപ്പം നിങ്ങളും പ്രയത്നിക്കുക. ഇങ്ങനെ എന്തെങ്കിലും അനുഭവങ്ങളോ അല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും ഇങ്ങനെ എന്തെങ്കിലും സ്വപ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളവർക്ക് തന്നെയാണ് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ഉള്ളതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്ക് വേണ്ടിയിട്ട് ഞാൻ നല്ല രീതിക്ക് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്. താൻ പാതി ദൈവം പാതി എന്നാണല്ലോ. സോ എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാനും നല്ല രീതിക്ക് പ്രാർത്ഥിക്കുന്നുണ്ട്. സോ നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങൾ ആഗ്രഹിക്കുന്നൊരു കരിയർ അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നൊരു ജീവിതം ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു, ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നെ ഉൾപ്പെടുത്തുക. അപ്പം ഇത്രയാണ് എനിക്കിന്ന് പറയാനുള്ളത്. ഇത്രയും നേരം കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി.